കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. എല്ലാ ആൾക്കാർക്കും മനസ്സിലൊരു സംശയമുണ്ട്. പൂജകൾ നമ്മൾ എത്ര പൂജ നടത്തിയിട്ട് ഒരു പ്രയോജനവുമില്ല. ഈ പൂജകളൊക്കെ കഴിച്ചിട്ട് എനിക്കൊരു പ്രയോജനവുമില്ല സാറേ എന്നും പറഞ്ഞ് എൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെയുള്ള പൂജകൾ പ്രയോജനത്തിൽ വരാതിരിക്കുന്നു? അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉത്തമനായ ഒരു ജ്യോത്സ്യനെ കണ്ട അവരുടെ ഗ്രഹനില പ്രകാരമുള്ള പൂജകൾ സർവ്വ ഐശ്വര്യം എന്ന് വെച്ചാൽ എല്ലാ ഐശ്വര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാവുക? ഒരിക്കലും ഉണ്ടാവില്ല. ഒരു ഉത്രാടം നാള് അല്ലെങ്കിൽ പ്രശസ്തനായ ഒരാളുടെ നാളാണ് ഉത്രാടം എന്നും പറഞ്ഞിട്ട് ആ ആളും പ്രശസ്തനാകണമെന്നില്ല. ഒരു പ്രധാനമന്ത്രിയുടെ നാൾ വേറൊരാൾക്ക് വന്നെന്ന് പറഞ്ഞ് ഒരു അനിഴ നക്ഷത്രം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ആളും പ്രധാനമന്ത്രിയാകണമെന്നൊന്നുമില്ല. പക്ഷെ എങ്കിൽ തന്നെയും അതിന് തത്തുല്യ ബലയുക്തമായിട്ടുള്ള പ്രൗഢിയിൽ ജീവിക്കാനുള്ള മാർഗം ഉണ്ടാക്കാൻ പൂജകൾക്കൊക്കെ മാന്ത്രികത്തിനൊക്കെ സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അത് അവരവരുടെ ഗ്രഹനില പ്രകാരം നീചത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ഏതൊക്കെയുണ്ടോ അതനുസരിച്ചുള്ള സർവ്വ ഐശ്വര്യങ്ങൾക്ക്, അവരവരുടെ തൊക്കിലൊതുങ്ങുന്ന ഐശ്വര്യങ്ങൾക്ക് 500 രൂപ വരുമാനമുള്ളവനും 1000 രൂപ വരുമാനമുള്ളവനും 2000 രൂപ വരുമാനമുള്ളവനും ആ രീതിയിലുള്ള ഐശ്വര്യവും സമ്പൽ സമൃദ്ധി, എത്ര പൈസ ഉണ്ടെങ്കിലും ഒരു സുഖവും അനുഭവിക്കാത്ത എത്രയോ ആൾക്കാരുണ്ട്. ഒരു മാനസിക സുഖം കാണാത്ത ആൾക്കാരുണ്ട്, ശാരീരിക സുഖം കാണാത്ത ആൾക്കാരുണ്ട്, ഒരു ബന്ധുഗുണം കാണാത്ത ആൾക്കാരുണ്ട്. ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ആൾക്കാരുമുണ്ട്. എന്നാലും അവർ ആ ധനത്തെ മാത്രം, ധനമെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പൈസ മാത്രമല്ല, ധനം നല്ലൊരു സന്താനം ഉണ്ടാകുന്ന ഒരു ധനമാണ്, നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകണേ അത് ഏറ്റവും വലിയൊരു ധനമാണ്. നല്ലൊരു അച്ഛനും അമ്മയും ഉണ്ടാകാന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു ധനമാണ്. അതാണ് ധനം. ആ ധനം മഹാലക്ഷ്മി നമ്മുടെ കുടുംബത്തിൽ വിളയാടണമെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ മുമ്പേ പറഞ്ഞു, പല ആൾക്കാരും പറയും പല പൂജകളും ചെയ്തിട്ട് ഒരു സമാധാനവും ഇല്ല. അത് നമ്മൾ നോക്കുകയെ, എന്നെ സംബന്ധിച്ചോളം ഒരു ഗ്രഹനില ഞാൻ പരിശോധിച്ച് തിട്ടപ്പെടുത്തിയതിന് ശേഷം ആ ആളിന് ഏത് തരത്തിലുള്ള ഒരു പൂജ കഴിച്ചു കൊടുത്താൽ നമുക്ക് ആ ആളിനെ രക്ഷപ്പെടുത്താം. അപ്പോൾ എനിക്കും ഒരു ഈശ്വരാധീനം കിട്ടും. കാരണം അവർക്കും ഒരു ഐശ്വര്യമാണ്, എനിക്കും ഒരു ഐശ്വര്യമാണ്. നന്മയിലേക്ക് കൊണ്ടുപോകാനാണ് സൽക്കർമ്മങ്ങൾ കൊണ്ടും അഷ്ടൈശ്വര്യത്തിനുള്ള പൂജകൾ കൊണ്ടും ഒക്കെ ഞാൻ ശ്രമിക്കാറുള്ളത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം കനകധാരാസ്തവം എല്ലാ ആൾക്കാരോടും പറയും, കനകധാരാസ്തവം എന്നും ജപിക്കണമേ. കാര്യം അംഗം ഹരേ പുളകഭൂഷണമാശ്രയന്തിയും ശൃംഗാംഗനേവ മുകളാഭരണന്തമാലം അംഗീകൃതാഖില വിഭൂതര മംഗല്യദാസ്തു മമ മംഗളദേവതായ. ഇത് ശങ്കരാചാര്യൻ്റെ ഒരു ശ്ലോകമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശങ്കരാചാര്യർ അദ്ദേഹത്തിൻ്റെ പൂർവീക കുടുംബത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ദാരിദ്ര്യം കണ്ട് ആ അമ്മ കൊടുത്തിരിക്കുന്നതായിട്ടുള്ള ഒരു ഉണക്ക നെല്ലിക്കായി ഒരു ഗ്ലാസ് വെള്ളവും കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരുപാട്, ഇപ്പോഴും ആ മന ഇപ്പോഴും നിലനിൽപ്പുണ്ട്, സ്വർണ്ണത്ത് മന എന്നാണ് പറയുന്നത്. ഒരുപാട് കോടീശ്വരരായിട്ടുള്ളവർ അധപ്പതിച്ചപ്പോൾ മഹാലക്ഷ്മിയോട് തന്നെ ശങ്കരാചാര്യർ ആ മഹാലക്ഷ്മിയുടെ ശരീരത്തെക്കുറിച്ച് വർണ്ണിക്കുന്നതായിട്ടുള്ള 4 വരി വെച്ച് 22 സ്തോത്രങ്ങളാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. ആ 22 സ്തോത്രം ചുമ്മാതിരുന്ന അംഗം ഹരേ പുളകഭൂഷണമാശ്രയം ജപിച്ചിട്ട് ഒരു കാര്യമില്ല. മഹാവിഷ്ണുവിനെ കൂടെ ധ്യാനിച്ച് ആ സ്തോത്രം നമ്മൾ ജപിച്ച് സായത്വമാക്കി മുല്ലപ്പൂവ് കൊണ്ട് അർച്ചന കഴിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സിൽ നിന്നോ നമ്മുടെ ഒരു ഡ്രോയിൽ നിന്നോ നമ്മുടെ കൈവശത്തു നിന്നോ ഒരു നാണയം പോലും പാഴായി പോകില്ല. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്നതായിട്ടുള്ള ധനത്തിന് അതിന് മൂല്യവും നമുക്കതിനുള്ള പ്രയോജനവും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സന്താനങ്ങൾക്കും അതിനുള്ള പ്രയോജനവും ഉണ്ടാകും. അവിടെ ഐശ്വര്യവും വിളങ്ങും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ മഹാലക്ഷ്മിയാണ്. ആ മഹാലക്ഷ്മി, ശങ്കരാചാര്യർ പറഞ്ഞ പോലെ, ആ മഹാലക്ഷ്മിയുടെ അംഗലാവണ്യത്തെക്കുറിച്ച് പുകഴ്ത്തുന്നതായിട്ടുള്ളൊരവസ്ഥ. പഴയ ഒരു കഥ കേട്ടിട്ടുണ്ട്. മഹാലക്ഷ്മി ഒരു കട നടത്തിക്കൊണ്ടിരുന്ന ഒരാൾ മഹാലക്ഷ്മി വന്നപ്പോൾ എവിടെ മഹാലക്ഷ്മിയെ എവിടെ നിർത്തണമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായതുകൊണ്ട് മഹാലക്ഷ്മിയെ എല്ലാ സുഗന്ധദ്രവ്യങ്ങളും സ്വർണ്ണങ്ങളും മറ്റും എല്ലാം കൊടുത്തതിന് ശേഷം അകത്ത് വിളിച്ച് ഇരുത്തി. അപ്പോൾ ചേഷ്ടാഭഗവതി ചോദിച്ചു, എനിക്ക് എവിടെയാണ് ഇരിപ്പിടമുള്ളതെന്ന് പറഞ്ഞപ്പോൾ, നിനക്കുള്ളതെല്ലാം ഈ കടയുടെ പുറകിലുണ്ട്, അവിടെ നീ ഇരുന്നോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ചേഷ്ടാഭഗവതി മോശമായിട്ടുള്ളിടത്തും ദുർഗന്ധമുള്ളിടത്തും അല്ലെങ്കിൽ ദുഷിച്ചതായിട്ടുള്ള രീതിയിലും ചേഷ്ടാഭഗവതിയും ഐശ്വര്യലക്ഷ്മി എന്ന് പറഞ്ഞാൽ സുഗന്ധദ്രവ്യങ്ങളിലും സ്വർണ്ണങ്ങളിലും എല്ലാത്തിലും അടങ്ങിയിരിക്കുന്നു. അത് സ്വാത്യമായിട്ട് അമിതമായിട്ട് ധനം ഉണ്ടാക്കുന്നവരെപ്പോഴാണെങ്കിലും മോശമായിട്ടേ വരത്തുള്ളൂ. ഒരു മനുഷ്യജന്മം നമുക്ക് തന്നെ അറിയാം, ഒരുപാട് സാമ്പത്തികം ഉണ്ടാക്കി എന്ന് പറഞ്ഞു, അവൻ 5 വർഷമായ
ആയതേ ഉള്ളൂ, ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് കോടികളുണ്ട്. ആ കോടികൾ അനാവശ്യമായിട്ട് ഒരു മനുഷ്യൻ്റെ പ്രവൃത്തി ചെയ്യുന്നതിൽ കൂടുതലായിട്ട് വരുമാനം വന്നിട്ടുണ്ടെങ്കിൽ അർഹിക്കാത്ത ധനം തന്നെയാണ്. അർഹിക്കാത്ത ധനം എത്ര ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ അവൻ്റെ ആ ആളിൻ്റെ കുടുംബജീവിതത്തിൽ ചില മാറ്റങ്ങളും ദോഷങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടായിട്ടേ കണ്ടിട്ടുള്ളൂ. അതാണ് 100% അനുഭവിച്ചുകൊണ്ടിരിക്കുക പല ആൾക്കാരും. എത്ര ആൾക്കാർ, എത്ര കോടീശ്വരന്മാർ. അവർ കുറച്ച് നാളത്തെ സൗഭാഗ്യം അനുഭവിക്കും. എന്നാൽ കുറച്ച് സാമ്പത്തികത്തിൽ എത്ര സാമ്പത്തികം ഉണ്ടല്ലോ അർഹിക്കുന്നതായിട്ടുള്ള ആ സാമ്പത്തികം കിട്ടുക, അതിൽ നിന്ന് സന്തോഷം അറിയിക്കുക, അതിൽ നിന്നും കുടുംബജീവിതം മറ്റുള്ളവരെ ചതിക്കാതെയും വഞ്ചിക്കാതെയും ഒക്കെയുള്ള ക്ഷേമത്തിന് വേണ്ടി, ഐശ്വര്യത്തിന് വേണ്ടി ഒരു പൂജ നല്ലതായിട്ട് നമ്മൾ കഴിച്ചു കൊടുത്താൽ, സൽക്കർമ്മം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ മഹാലക്ഷ്മി ആ കുടുംബത്തിൽ വ്യാഴും. എനിക്ക് അനുഭവമുള്ളതാണ്. ഞാൻ ഒത്തിരി ആൾക്കാർക്ക് പൂജകൾ ഇങ്ങനെ കഴിച്ചു കൊടുക്കാറുള്ളതാണ്. അവരെല്ലാം പറഞ്ഞിട്ടുള്ളത് എനിക്ക് സാറേ ഇതുപോലെ ഫലം ഉണ്ടായിട്ടുണ്ട്, പല പൂജകളും ചെയ്തിട്ടും ഫലം ഉണ്ടായിട്ടില്ല, ഇന്ന കാര്യങ്ങൾ. അപ്പോൾ അത് കൃത്യമായിട്ടുള്ള രോഗം എന്താണെന്ന് കണ്ടുപിടിച്ച് അതിന് ചികിത്സിച്ചാൽ രോഗം മാറും. കാരണം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് ആ കാരണത്തിന് നമ്മൾ പരിഹാരം ചെയ്ത് കഴിഞ്ഞാൽ അത് മാറും. കവടി വെച്ചിട്ട് ഒരാൾ വരുമ്പോഴത്തേക്ക് ആ ആളിന് ഒരു പൂജ അങ്ങ് പറയുക, ഒരു 70,000 രൂപ ആകും. എന്തെങ്കിലുമൊക്കെ ഒരു അനീതി സംബന്ധമായിട്ട് പെട്ടെന്ന് സംഭവിച്ചു, ഒരു അപകടം സംഭവിച്ചോ അല്ലെ മറ്റു സംഭവിച്ചോ ഇങ്ങനെയുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്തിലാണ് ഞാൻ മറ്റൊരു കാര്യം, ഒരു കഥ ഓർക്കുന്നത്. ഒരു ബോംബെയിൽ നിന്ന് ഒരാൾ വന്നതിന് ശേഷം ഒരു ജ്യോത്സ്യനെ സമീപിച്ചു. ആ ജ്യോത്സ്യൻ്റെ അടുക്കൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ജ്യോത്സ്യനോട് ചോദിച്ചു കഴിഞ്ഞു, ഒരു മരണ സംബന്ധമായിട്ടുള്ള വിഷയത്തിലാണ് അവിടെ ചെല്ലുന്നത്. ആ സ്ത്രീയുടെ ഭർത്താവ് മരിച്ചുപോയി, മകനൊരു 10-30 വയസ്സിനകത്തുണ്ട്. അപ്പോൾ മകൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ചെന്നപ്പോൾ ആ ജ്യോത്സ്യൻ പറഞ്ഞു, കാലൻ വന്നിരിക്കുന്നു. അപ്പം കാലൻ എന്തുകൊണ്ട് വന്നു? അപ്പോൾ ഏതോ വസുവഞ്ചക ദോഷത്തിലാണ് മരിച്ചത്. അപ്പോൾ പൈസ തട്ടിക്കാനുള്ള ഒരു ശ്രമമാണ് നടന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലൻ വന്നു, അദ്ദേഹത്തെ കൊണ്ടുപോയി. പക്ഷെ അദ്ദേഹം പോയ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഗത ഇവിടെ മറന്നു വെച്ചിട്ടാണ് പോയെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ, ഏത് കാലനാണ് ഗത മറന്നു വെച്ചിട്ട് പോകുന്നത്? ഒരു കാലനും ഗത മറന്നു വെച്ച ചരിത്രങ്ങളൊന്നും ഇല്ല. കാര്യം അതുകൊണ്ട് ആ ഗത എടുക്കാൻ വീണ്ടും വരും. അപ്പോൾ അത് നിങ്ങളുടെ സന്തതി പരമ്പരയ്ക്ക് ഇത് വിശ്വസിക്കുന്നവരെ വേണ്ടേ പറയാൻ. അപ്പോൾ ഈ ജ്യോതിഷത്തെ വളച്ചൊടിക്കാൻ പാരമ്പര്യ ഗുണമില്ലാത്ത പല ആൾക്കാരും ശ്രമിക്കുന്നുണ്ട്, അറിവില്ലാത്ത ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഞാനും എല്ലാ അറിവ് തികഞ്ഞ ഒന്നുമില്ല ഞാൻ. പക്ഷേ എങ്കിൽ ഞാൻ പറയാറ്, ഉത്തമനായ ഒരു ജ്യോത്സ്യനെ, പാരമ്പര്യ ഗുണമുള്ള ഒരു ജ്യോത്സ്യനെ കണ്ട് പരിഹാരങ്ങൾ നേടുമായിരിക്കും ഐശ്വര്യം. എന്നിട്ട് അത് ഇവർ ബോംബെയിൽ ചെന്ന് പറഞ്ഞതിന് ശേഷം വേറൊരു സ്ത്രീയോട് പറഞ്ഞു. അപ്പോൾ ആ വേറൊരു സ്ത്രീക്ക് ഈ അനുഭവം തന്നെ വന്നു, ഈ ഗത മറന്നു വെച്ച അനുഭവം. അവരോടും മേടിച്ചു 1.5 ലക്ഷം, ഇവരോടും മേടിച്ചു 1.5 ലക്ഷം. ഏത് കാലിലാണ് ഗത മറന്നു വെക്കുന്നത്? അത് ഒരുപാട് ആൾക്കാർക്ക് പാട്ടായ ഒരു സംഭവമാണ്. പാട്ട എന്ന് പറഞ്ഞാൽ ഈ ദേശം മൊത്തം അറിഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അനാവശ്യമായിട്ടുള്ള ധനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെയാണ്. അതുകൊണ്ട് നല്ല ഉത്തമനായ ജ്യോത്സ്യനെ കാണുമ്പോൾ നിങ്ങൾ കണ്ട് നല്ല രീതിയിലുള്ള പരിഹാരം ചെയ്ത് കഴിഞ്ഞാൽ 10% ഒത്തിരിയൊന്നും വേണ്ട, 10% ഓരോ പൂജയ്ക്കും ഓരോ സൂക്തങ്ങൾക്കും ഓരോ മാന്ത്രികനും ഫലമുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇത് എല്ലാവരും നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല. നിങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയുമല്ല ഞാൻ പറയുന്നത്. അവരവർ സ്വയം മനസ്സിലാക്കി അവരവരുടെ കർമ്മം ചെയ്യേണ്ടത് നിങ്ങളാണ്, ഞാനല്ല. ഞാൻ പറഞ്ഞ് നിങ്ങളെ വിശ്വസിപ്പിച്ചിട്ടൊരു കർമ്മമല്ല ചെയ്യിപ്പിക്കേണ്ടത്. നിങ്ങൾ സ്വയം ആലോചിക്കണം, എൻ്റെ പറയുന്നത് ശരിയാണോ തെറ്റാണോ, എനിക്ക് ചെയ്താൽ കൊള്ളാമോ, ഇല്ല എങ്കിൽ ഇതിലെ വിട്ടുകളയാം. അങ്ങനെ നല്ല കർമ്മങ്ങൾ ചെയ്താൽ നല്ലത് തന്നെ മാത്രം വരും. ഉത്തമനായ ജ്യോത്സ്യനെ കണ്ടാലും നല്ലതേ വരത്തുള്ളൂ. ജ്യോതിഷം ആർക്കും ഒരു മോശമായിട്ട് വരത്തില്ല, ജ്യോതിഷവും മാന്ത്രികവും മോശമായിട്ട് വരത്തില്ല. ചെയ്യാൻ കഴിവുള്ളവരും ചെയ്യാൻ കെൽപ്പുള്ളവരും ചെയ്യാൻ അർഹതയുള്ളവരെയും കൊണ്ടും ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ നല്ലതേ എല്ലാവർക്കും വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.